നമുക്കേ ഇന്ന് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനാദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരു 1.5 കപ്പ് മൈദ, ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇത്ര എടുത്താൽ മതി കേട്ടോ. അപ്പം അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇത് ഒന്ന് സെപ്പറേറ്റ് ആകാതെ നല്ല ഒരുമിച്ചായി ഇത് ഈ മൈദയ്ക്കകത്തും എന്തെങ്കിലുമൊക്കെ ചിലപ്പം പൊടിയോ, ആ പൊടിയല്ല വല്ല നൂലോ അല്ലെ ചെള്ള അങ്ങനെയൊക്കെ പഴകിയ മൈദ അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതും പൊക്കോളും. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ അതിനാട്ടോ അരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു സോസ് പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് കേക്കിന് കളറ് കിട്ടാനായിട്ട് അപ്പം ഇത്തിരി ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കണം. 1/2 കപ്പ് പഞ്ചസാര ചെറിയ തീയിലിട്ട് നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കണം. ഒരുപാട് ഫുൾ ഫ്ലെയിമിലിട്ട് അത് കരിക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പോൾ ഒഴിക്കുമ്പോൾ മുഖമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിക്കുമ്പോഴത്തേനും പൊടുകൂടാന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച്. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോഴത്തേനും കട്ടിയാവുമേ. അപ്പോൾ അത് കുഴപ്പമില്ല. അത് വീണ്ടും ഇരുന്ന് അതിൻ്റെ അകത്തിരുന്ന് നന്നായിട്ട് തിളച്ച് അതൊരു 1/2 കപ്പായിട്ട് എടുക്കണം. അപ്പം 3/4 കപ്പ് വെള്ളം 1/2 കപ്പായിട്ട് എടുക്കണം കേട്ടോ. അത് എന്നിട്ട് ആറാൻ വെക്കണം. നമ്മൾ ഈ കേക്കിന് ആവശ്യമുള്ള പഞ്ചസാര എന്ന് പറയുമ്പം ഒരു 3/4 കപ്പ് പഞ്ചസാര എടുക്കുക. പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര, എന്നിട്ട് ഒരു കുഞ്ഞു കഷ്ണം പട്ടയും കൂടി ഇട്ട് അതും പൊടിച്ചെടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഒരു 3 മുട്ട എടുക്കുക. ആദ്യം 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഒത്തിരി അങ്ങ് പതയണ്ട. അത്യാവശ്യം ഒന്നും ആയി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിക്കാം കേട്ടോ. ഈ വാനില എസൻസ് മുട്ടയ്ക്കകത്തോട്ട് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ഉളുമ്പ് മണം മാറാനാണ് കേട്ടോ ഈ വാനില എസൻസ് മുട്ടയ്ക്കകത്തോട്ട് ഒഴിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് പട്ടയുടെ ഒരു കഷ്ണം ഇട്ടായിരുന്നു കേട്ടോ. അപ്പം പഞ്ചസാര ഒറ്റയടിക്കിടാണ്ട് ഒരു 1-2 ട്രിപ്പായിട്ട് ഇടുക കേട്ടോ. ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇടുമ്പം ഇത് ഒറ്റയടിക്കങ്ങ് ബീറ്റ് ചെയ്യാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ബീറ്റർ ഓണാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അത് പറന്നു പോകും കേട്ടോ. പൊടി പറക്കുന്ന ഇപ്പോൾ അങ്ങനെ നന്നായിട്ട് പറത്തിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഓയിലും പിന്നെ നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞ് വലിയധികം നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട കേസില്ല കേട്ടോ. കാരണം ഓയിലായതുകൊണ്ട് അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് കേക്കിൻ്റെ അകത്ത് നല്ലതല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അതല്ലെങ്കിൽ ആദ്യം പൊടി ചേർത്തിട്ട് പൊടി നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണ ചേർത്താലും മതി. ഇതിപ്പം ഓപ്ഷനാട്ടോ. ആദ്യം ഏത് ചേർക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഈ കാര്യത്തിൽ കേട്ടോ. അപ്പം ചേർത്ത് കഴിഞ്ഞപ്പം അതിനിടയ്ക്ക് ഈ 1.5 കപ്പ് മൈദ എടുത്തുകൊണ്ട് 1.5 കപ്പ് ക്യാരറ്റും 1.5 കപ്പ് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് അത് ഇത്തിരി ഈ മൈദയുടെ പൊടി ഇട്ടൊന്ന് കൂട്ടി ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ എണ്ണയും നമ്മുടെ കാരമൽ സിറപ്പും എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടി ഇട്ടിളക്കാം കേട്ടോ. അത് പൊടി ഇട്ടിളക്കുമ്പോൾ നമുക്ക് ബീറ്റർ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ബീറ്റർ ഒത്തിരി നമ്മളങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പൊടി ഇട്ട് കഴിയുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് താന്നു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, പൊങ്ങാതെയേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് കറക്കിയെടുത്ത് കട്ട് ചെയ്ത് അതായത് ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ?
അപ്പം പൊടികൾ ഒറ്റയടിക്കല്ലാണ്ട് കുറേശ്ശെ ഇട്ടെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ നമുക്ക് വേണം ഈന്തപ്പഴം എടുക്കുക. ഈന്തപ്പഴം ഞാൻ പൊടി ഇട്ട് കോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം രണ്ടും നമുക്ക് ഈ മിക്സിലേക്ക് നന്നായിട്ട് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഒരു തവി വെച്ച് നമ്മൾ നന്നായിട്ട് ഇതുണ്ട് ഇങ്ങനെ കട്ട് ചെയ്താകുമ്പോൾ അതിൻ്റെ പതയൊന്നും പോകാണ്ട്, അതായത് മുട്ടയുടെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അല്ലാതെ ചുമ്മാ നമ്മൾ ഈ എന്നാ പറയുക ദോശ ബാറ്ററൊക്കെ കിടക്കുന്ന ഒരൊറ്റ കലക്കല്ല കലക്കേണ്ടത്. അപ്പം അങ്ങനെ നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് അല്പം ഓയിൽ, അത് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത്തിരി ഓയിൽ തേച്ചിട്ട് ഒരു സ്പൂൺ പൊടി ഇട്ട് അതൊന്ന് പൊടി മൊത്തം ഒന്ന് പാത്രത്തിലാക്കി എടുക്കുക കേട്ടോ. ഒന്ന് കുടഞ്ഞ് ബാക്കി ബാലൻസ് വരുന്നത് നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞാൽ ഓയിലൊരു ഇത്തിരിയേ തേക്കാവുള്ളൂ കേട്ടോ. ഒത്തിരി തേച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പിടിക്കുവേ. അപ്പം ഇത് പൊടി ബാക്കി കുടഞ്ഞ് കളഞ്ഞിട്ട് ഈ സാധനം നമ്മുടെ ബാറ്റർ എടുക്കുക കേട്ടോ. അപ്പം ഈ ഒഴിച്ച് ഇത് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി ഒരു ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് ഓവനാണെങ്കിൽ ഓവന്, അല്ലെങ്കിൽ പാത്രമാണെങ്കിൽ പാത്രം ചെറിയ സിമ്മിൽ, ഞാൻ ഓവൻ ഉപയോഗിക്കാതെ പാത്രത്തിലാട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ചെറിയ സിമ്മിൽ ആ പാത്രം മൂടി അങ്ങ് വെച്ചേച്ചു കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോഴത്തേനും നന്നായിട്ട് ഹീറ്റായിട്ടിരുന്നോളും. അപ്പം നമുക്ക് പാകത്തിനായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബബിള് ഇങ്ങനെ ഉള്ളിലിങ്ങനെ എയർ തങ്ങി നിൽക്കാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ ടാബ് ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഈ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ഒരു കൈപ്പിടി വെച്ച് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എയർ ബബിൾസ് കുറേയൊക്കെ അങ്ങ് പൊക്കോളും. അത് ഇനി ഇങ്ങനെ നന്നായിട്ട് കുട്ടിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടുപ്പ് വെച്ച് ഒരു മീഡിയം ലെവലിൽ ഉള്ള തീയിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് മതി കേട്ടോ. തീരെ ലോ ഫ്ലെയിമിൽ ഇടരുത്, കേക്ക് പൊങ്ങാൻ ഒത്തിരി താമസമാവും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ തന്നെ തീ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് തെരിതെരെ തുറന്നു നോക്കാണ്ടിരിക്കുക കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഒരു സ്പൂണിൻ്റെ ഒരറ്റം കുത്തി നോക്കുക. അപ്പോൾ വെന്തോന്ന്. അപ്പം ഞാൻ ആദ്യം നോക്കിയപ്പോൾ വെന്തില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ വെന്തു. അപ്പം അതിൻ്റെ വെന്തു എന്നുള്ളതിനെ ഒരു ഇതും ഈ പാത്രത്തിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ അങ്ങ് വിട്ടു വരും കേട്ടോ. അതാണ് വെന്തു എന്നുള്ള ഇത്. അപ്പോൾ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തണുക്കാനായിട്ട് നമ്മൾ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല. ചുമ്മാ അങ്ങനെ വെച്ചിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് അത് മൂടി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മണ്ടവശം ഭയങ്കര ഡ്രൈ ആയി പോവേ. അപ്പോൾ അത് കേക്ക് സോഫ്റ്റ്നെസ് നഷ്ടമാവും കേട്ടോ. അപ്പം തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് തണുക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നന്നായിട്ട് തണുത്തില്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ അറ്റം വിട്ടു കേട്ടോ. ഞാൻ ഫുൾ തണുക്കാതെ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുറിച്ചപ്പം. അപ്പം കട്ട് ചെയ്ത് നമുക്കെടുക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോയില്ല കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ ഉള്ള കേക്കായിരുന്നു കേട്ടോ. ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ല കേട്ടോ കേക്കിന്. പക്ഷേ ഇതിൻ്റെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അളവുകൾ ഒന്ന് കറക്റ്റായിട്ട് ഇപ്പം ആരാണോ നമ്മളുണ്ടാക്കുന്നത്, നമ്മളൊരു ഒന്നുകിൽ യൂട്യൂബിലൊക്കെ നോക്കിയായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഞാനിത് പഠിച്ചതാണ് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ മെഷർമെൻ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി ഉണ്ടാക്കുക.